ആരും മറച്ചു വെച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അതായത് കൗൺസിലിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ രൂപകൽപ്പന പോലുമില്ല. പിന്നീടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് സൗജന്യമായിട്ട്, നഗരസഭയ്ക്ക് ₹1 ചിലവില്ല, അവരിതിൻ്റെ ഡിസൈൻ പൂർത്തീകരിച്ച് തന്നു. ഒരു കമ്പനി വന്നിട്ട് അവരുടെ CER ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, എൻവിറോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ കെട്ടിത്തരാമെന്ന് പറഞ്ഞു. നഗരസഭയ്ക്ക് ₹1 ഇല്ല. ഇത് കൗൺസിൽ തീരുമാനിച്ചിട്ടില്ല, ഈ പറയുന്ന രീതിയിൽ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഒരു നൈപുണ്യ വികസന കേന്ദ്രം തുടങ്ങണം, അവിടെ ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു സാധനം തുടങ്ങണം എന്നുള്ള പെർമിഷൻ ഉണ്ട്. അതനുസരിച്ചിട്ട് രൂപകൽപ്പന ചെയ്തു, അത് ഫണ്ട് സംഘടിപ്പിച്ചു. വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലൊരു നിഷേധാത്മക നിലപാടെടുക്കുന്നത് ദൗർഭാഗ്യകരമാണ്. ഞാൻ പറയുന്നത്, കൗൺസിലിൽ വെച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. 6 മാസം മുമ്പ് തന്നെ ഇതിനെല്ലാം തീരുമാനമുണ്ട്. നിങ്ങൾ പറയുന്നത് പേരിൻ്റെ കാര്യം മാത്രമാണ്. ഒരു പേരിലല്ലല്ലോ, നിങ്ങൾ ഉദ്ദേശശുദ്ധി എന്തിനാണ് നിങ്ങൾ ഈ ചോദ്യം ചെയ്യുന്നത്? ഇത് 275 ഭിന്നശേഷിക്കാരായ മക്കളെ എന്തിനാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസ്സുകാർ ഞങ്ങൾ കേസിന് പോകുമെന്നാണ് പറയുന്നത്. ഈ സ്ഥലം പാർക്കിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കേസിന് പോകുന്നത്. കോൺഗ്രസ്സുകാർ കേസിന് പോയ ചരിത്രമുണ്ട്. ഇവിടെ ഈ നഗരത്തിൽ 155 ക്യാമറ വെച്ചു, സൗജന്യമായിട്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ക്യാമറ വെച്ചത്. ഏറ്റവും സുരക്ഷിത നഗരമായി പാലക്കാട് മാറി. ദക്ഷിണേന്ത്യയിൽ ഒരു നഗരം മുഴുവൻ ക്യാമറ വെച്ച സമയത്ത് 2 കൗൺസിലർമാർ കേസിന് പോയി, തോറ്റ് തുന്നമ്പാടിയിട്ടാണ് തിരിച്ചു വന്നത്. കോടതി എടുത്ത് തൂക്കി എറിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ വീണ്ടും അവർക്ക് ഉണ്ടാവുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ ശിലാഫലകം തകർത്തു വാഴാട്ടത് അത് പോലീസ് എടുത്തിട്ടുണ്ട്. പോലീസിന് മുന്നിലല്ലേ ഇതെല്ലാം എടുത്തിരിക്കുന്നത്. പോലീസ് കാഴ്ചക്കാരായിട്ട് നിൽക്കായിരുന്നല്ലോ. പോലീസല്ലേ അവിടെ സുമോട്ടോ പോലീസ് കേസ് എടുത്തിട്ടുണ്ടല്ലോ. പോലീസല്ലേ കേസ് എടുക്കേണ്ടത്. നഗരസഭ ചെയർപേഴ്സൺ ഇതിന് മുൻകൂർ അനുമതി തന്നിട്ടുണ്ട്. അടുത്ത കൗൺസിൽ ഇത് റാറ്റിഫൈ ചെയ്താൽ മതി, അത്രേ വേണ്ടു. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് അധികാരമുണ്ട്. നഗരസഭ ഒരു വികസന പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ലെന്ന്. ആ ക്യാമറ കേസിൽ ഏറ്റവും ഉത്തമ ഉദാഹരണമല്ലേ. ഒരു വികസനം വരുന്ന സമയത്ത് 2 കൗൺസിലർമാർ ഹൈക്കോടതി പോയി കേസ് കൊടുത്തു, പോയ അതേ സ്പീഡിൽ തിരിച്ചും വന്നു. ആ വിധിയുടെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്. ആ സ്ഥലത്തെ ഗാർഡൻ നിർമ്മിക്കാനുള്ള ഒരു സ്ഥലമാണെന്നുള്ളൊരു വിവാദവും അല്ല, അതൊക്കെ ഇങ്ങനെ പല വിധത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടുവരുന്നത്. അതാണ് വികസന പ്രവർത്തനം. ഈ 275 കുടുംബങ്ങൾക്ക് ഇങ്ങനെ ഒരു സെൻറ്റർ വരുന്നതിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു അജണ്ടയുണ്ട്. അത് വരാൻ പാടില്ല എന്നൊരു അജണ്ടയുണ്ട്. അതെന്തായാലും നഗരസഭ അനുവദിക്കാൻ പോകുന്നില്ല. ഈ സെൻറ്റർ ഈ 275 കുടുംബങ്ങളെയും ഭിന്നശേഷിക്കാരായിട്ടുള്ള ഈ ദിവ്യാംഗരായിട്ടുള്ള ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നഗരസഭ മുന്നോട്ട് പോകും. ബിജെപിയുടെ ഭിന്നിച്ച് നിന്ന് BJP ഒന്നിക്കാനുള്ള ഒരു കാര്യം കൂടെ ഇതിലൂടെ നടന്നൂലേ? അല്ല, അതൊക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. താങ്ക് യു.